പ്ലസ് ടു കഴിഞ്ഞോ? ഏത് ഡിഗ്രി തിരഞ്ഞെടുക്കണമെന്ന് അറിയില്ലേ? എളുപ്പത്തിൽ പഠിച്ച് പാസ്സാകാൻ പറ്റിയ കോഴ്സുകളെ കുറിച്ചോർത്ത് ആശങ്കയുണ്ടോ? ഇനി ടെൻഷൻ വേണ്ട. ആദിൽ സാറിന്റെ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ബാസ് കൂടെയുണ്ട്. ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. ഹലോ എവരിവൺ, എല്ലാവർക്കും ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഫസ്റ്റ് സെമസ്റ്റർ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് അവരുടെ അസൈൻമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. പ്ലസ് ടു കഴിഞ്ഞിട്ട് ഏത് ഡിഗ്രി കോഴ്സ് എടുക്കണമെന്ന് അറിയാണ്ട് വിഷമിച്ച് നിൽക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കായിട്ട് നമ്മൾ ഡിഗ്രിയുടെ ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ആ ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുക്കാൻ നോക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് എക്സാമിന്റെ മുന്നേ നിർബന്ധമായിട്ടും അവർ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് അവരുടെ അസൈൻമെന്റ് എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ അസൈൻമെന്റ് എഴുതി തുടങ്ങേണ്ട നോട്ടിഫിക്കേഷനൊക്കെ ഒരു നവംബർ ലാസ്റ്റ് വീക്കോട് കൂടിയിട്ടൊക്കെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കുട്ടികൾ ഇപ്പോഴും അവരുടെ അസൈൻമെന്റുകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചില കുട്ടികളൊക്കെ ഓൾറെഡി അസൈൻമെന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അതൊക്കെ സബ്മിറ്റ് ചെയ്യാനുള്ള തിരക്കിലായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മറന്നു പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജാനുവരി 19 ആണ്. അതായത് 2026 ജാനുവരി 19 ആണ് ഫസ്റ്റ് സെമസ്റ്റർ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് അവരുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ലാസ്റ്റ് ഡേറ്റിലേക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് എന്തെങ്കിലും നമ്മുടെ സൈറ്റിന് ഇഷ്യൂസ് വരികയെ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊണ്ട് നിങ്ങൾക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആ ഒരു സെമസ്റ്ററിനെ തന്നെ ബാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റുഡൻസും ലാസ്റ്റ് ഡേറ്റിലേക്ക് നോക്കാണ്ട് അതിൻ്റെ മുന്നേ ഉള്ള ഏതെങ്കിലും ഒരു ഡേറ്റിൽ അസൈൻമെൻറ്റ് മാക്സിമം സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ എങ്ങനെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതിനൊക്കെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അസൈൻമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് 2 അസൈൻമെൻറ്റുകളാണ് വരുന്നതും എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? ഒരു സബ്ജക്റ്റിന് 2 അസൈൻമെൻറ്റ്, സെറ്റ് 1 സെറ്റ് 2 എന്നിങ്ങനെ 2 അസൈൻമെൻറ്റുകളാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 അസൈൻമെൻറ്റ് നിർബന്ധമായിട്ടും നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ഒരെണ്ണം മാത്രം സബ്മിറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. 2 അസൈൻമെൻറ്റ് നിർബന്ധമായിട്ടും നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ നിങ്ങളുടെ എക്സാം ഇവാലുവേഷൻ സിസ്റ്റം എടുത്ത് നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് എക്സാം പാസ്സാവുന്നതിൻ്റെ കൂടെ തന്നെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതും നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഡിസംബർ ലാസ്റ്റോട് കൂടി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളുടെ മുന്നിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ മാക്സിമം നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ 2 അസൈൻമെൻറ്റുകളും എഴുതിയിട്ട് നിങ്ങൾ നേരത്തെ തന്നെ സബ്മിറ്റ് ചെയ്യുക. ഓൺലൈൻ ത്രൂ സബ്മിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഓൺലൈൻ ത്രൂ അതിൻ്റെ എല്ലാ ഫോമാറ്റും ശ്രദ്ധിച്ചിട്ട് വേണം സബ്മിറ്റ് ചെയ്യാൻ. ഇനി ഓഫ്ലൈൻ ത്രൂ സബ്മിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ LSCയിൽ കൊണ്ടുപോയിട്ട് ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജാനുവരി 19 ആണ്. അപ്പോൾ ഒരിക്കലും അവസാന ഡേറ്റിൽ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. അതിൻ്റെ മുന്നേ തന്നെയായിട്ട് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക. നിങ്ങളുടെ ഈ ഒരു അക്കാഡമിക് ഇയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിനെ പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കാണേണ്ട ഒരു ക്രൈറ്റീരിയ കൂടിയാണ് നിങ്ങളുടെ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പല കുട്ടികളും ഇപ്പോൾ അസൈൻമെൻറ്റ് എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അവർ ഏകദേശം സബ്മിറ്റ് ചെയ്യുന്ന ഒരു ടൈമിലായിരിക്കും. ചില കുട്ടികൾ ഇപ്പോഴും അസൈൻമെൻറ്റ് എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ആ കുട്ടികളോട് പറയാനുള്ളത്, എന്തായാലും നിങ്ങളിപ്പോൾ അസൈൻമെൻറ്റ് എഴുതുകയാണെങ്കിൽ വളരെ വൃത്തിയോട് കൂടിയിട്ട് വേണം അസൈൻമെൻറ്റ് എഴുതാൻ. അതിലെ ഫ്രണ്ട് പേജ് കാര്യങ്ങളിലൊന്നും മിസ്റ്റേക്ക് വരുത്തരുത്. അപ്പോൾ എല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ അസൈൻമെൻറ്റ് എഴുതാനും അത് സബ്മിറ്റ് ചെയ്യാനും. നമ്മുടെ മുന്നിലുള്ള ഈ ഒരു അവസരം മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അസൈൻമെൻറ്റ് നല്ല രീതിയിൽ തന്നെ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് സെക്ഷനിൽ കമൻ്റായിട്ട് അറിയിച്ചാൽ മതി. നമ്മൾ അതിനുള്ള റിപ്ലൈ ആയിട്ട് വരുന്നതായിരിക്കും. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി കോഴ്സുകളിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ. നമ്മൾ നെക്സ്റ്റ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എനിവേ, താങ്ക് യു.